അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ചുമ്മാ അതൊരു റാങ്കോ ഒരു മാർക്കോ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിനകത്തിൽ എന്തെങ്കിലും ഒരു ജെനുവിൻ സംഭവങ്ങൾ വേണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ബ്രില്യൻറ്റിൽ തന്നെ 550 എബോവ് സ്കോർ ചെയ്തിട്ടുള്ളത് ഒരു 800 സ്റ്റുഡൻസ് ആണെന്ന് എനിക്ക് അറിയാനായിട്ട് പറ്റി. കാരണം അപ്പോൾ നമ്മൾ ഇതിനകത്തിൽ എല്ലാ കാറ്റഗറിയുടെയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈഴവ കാറ്റഗറിക്ക് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പറയുമോ എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ചുമ്മാ അതൊരു റാങ്കോ ഒരു മാർക്കോ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിനകത്തിൽ എന്തെങ്കിലും ഒരു ജെനുവിൻ സംഭവങ്ങൾ വേണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ബ്രില്യൻറ്റിൽ തന്നെ 550 എബോവ് സ്കോർ ചെയ്തിട്ടുള്ളത് ഒരു 800 സ്റ്റുഡൻസ് ആണെന്ന് എനിക്ക് അറിയാനായിട്ട് പറ്റി. കാരണം സാറിൻ്റെ ലൈവിൽ സാർ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു 550 ആൻഡ് എബോവ് ബ്രില്യൻറ്റിൽ നിന്ന് സ്കോർ ചെയ്തേക്കുന്നത് ഒരു 800 സ്റ്റുഡൻസ് ആണെന്നുള്ളത്. അപ്പം സാർ തന്നെ ഒരു ജനറൽ കാറ്റഗറിക്ക് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ സാർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറില്ല. അതായത് ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും എല്ലാ പ്രാവശ്യം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ സാർ ജനറൽ കാറ്റഗറിക്ക് പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 545 to 550 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ പ്രാവശ്യം ജനറൽ കാറ്റഗറിയിൽ പോയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 954 ആണ്. അത് പോയേക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്തേക്കാണ്. അപ്പോൾ സാറ് പറയുന്ന എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 545 to 550 ആണ്. ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ പ്രാവശ്യം പോയേക്കുന്നത് 954 ആണ്. ഇത് ശരിക്കും എല്ലാ കൊല്ലം ഈ റാങ്കിന് വലിയ വ്യത്യാസം വരത്തില്ലടാ, മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം അപ്പോൾ ഈഴവ കാറ്റഗറിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി അപേക്ഷിക്കുമ്പോഴത്തേക്കും ഈഴവ കാറ്റഗറിക്ക് ഏകദേശം ഒരു 1500 റാങ്കിൻ്റെ ഡിഫറൻസേ വരത്തുള്ളൂ. അതായത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയിരിക്കുന്നത് ഈഴവ കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് പോയേക്കുന്നത് 2483 ആണ്. അത് പോയേക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയാണ്. ജനറൽ കാറ്റഗറിയിൽ പോയിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് 954 ആണ്. അപ്പോൾ 954ഉം ഈ 2483 തമ്മിൽ ഏകദേശം ഒരു 1500 റാങ്കിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. എല്ലാപ്പോഴും ഈ ഒരു കാറ്റഗറിയും ജനറൽ കാറ്റഗറിയും തമ്മിലുള്ള ഒരു മാർക്കിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 20-25 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് സാധാ വരാറ്. അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം 522 to ഒരു 527 ആ ഒരു റേഞ്ചിലായിരിക്കും ഈഴവ കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ശരിയായില്ലേ? 522 to 527 ഇടയ്ക്കായിരിക്കും ഈഴവ കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് കേട്ടോ. അപ്പോൾ മുസ്ലിം കാറ്റഗറിക്ക് സാധാ ജനറൽ കാറ്റഗറി അപേക്ഷിക്കുമ്പോഴത്തേക്ക് ഏകദേശം 700-800 റാങ്കിൻ്റെ ഡിഫറൻസിലാണ് പോകുന്നത്. നമ്മൾ കണ്ടുവരുന്നൊരു മാർക്ക് എന്ന് പറയുന്ന ഒരു 10-15 മാർക്ക് ഡിഫറൻസേ ജനറൽ കാറ്റഗറി ആയിട്ട് മുസ്ലിം കാറ്റഗറിക്ക് വരാറുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 532 to 537 മാർക്കിനിടയ്ക്കായിരിക്കും ഇപ്രാവശ്യം മുസ്ലിം കാറ്റഗറിയുടെ ഒരു കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം കാറ്റഗറിയിൽ പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 1729 ആണ്. അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ ഒരു റാങ്കും നമ്മുടെ 1729 ആണ് മുസ്ലിം കാറ്റഗറിയിൽ കഴിഞ്ഞ തവണ പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക്. ജനറൽ കാറ്റഗറിയിൽ പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 954 ആണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു 700-800 റാങ്കിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം സാധാ എല്ലാ കൊല്ലവും ജനറൽ കാറ്റഗറി അപേക്ഷിക്കുമ്പോൾ മുസ്ലിം കാറ്റഗറിക്ക് വരുന്നൊരു മാർക്കിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 10 to 50 മാർക്കാണ്. അപ്പോൾ എന്തായാലും ഒരു 532 to 537 റേഞ്ചിലായിരിക്കും നിൽക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ലാറ്റിൻ കാത്തലിക് ആണ് കേട്ടോ. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അതാണ് ഇങ്ങനെ പറയാം എന്ന് വിചാരിക്കുന്നത്. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ ലാറ്റിൻ കാത്തലിക്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 3101 ആണ്. അത് പോയേക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ജനറൽ കാറ്റഗറി 954ഉം ഈ ഒരു റാങ്ക് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 2000-2200 റാങ്കിൻ്റെ ഡിഫറൻസ് ആണ്. സാധാ കണ്ടുവരുന്നൊരു മാർക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 20-25-30 മാർക്കിൻ്റെ ഡിഫറൻസിലാണ് ലാറ്റിൻ കാത്തലിക്കും ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഏകദേശം ഒരു 515 to 520 ആയിരിക്കും ഇപ്രാവശ്യത്തെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്. അതായത് 515-നും ഒരു 520-നും ഇടയ്ക്കായിരിക്കും ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് വരുന്നത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ധീവര കാറ്റഗറിയെ പറ്റിയിട്ടാണ് കേട്ടോ. ധീവര കാറ്റഗറിയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 8490 ആണ്. 8490 ആണ്. പോയേക്കുന്ന കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റാങ്കും മറ്റ് ജനറൽ കാറ്റഗറിയുടെ റാങ്കും കൂടെ തമ്മിൽ നോക്കുമ്പം ഏകദേശം ഒരു 7500-8000 റാങ്കിൻ്റെ ഡിഫറൻസ് വരാം. അത് ഏകദേശം ഒരു 80-85 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ധീവര കാറ്റഗറിക്ക് വരുന്നൊരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 460-ക്കും 465-നും ഇടയ്ക്കാണ് കേട്ടോ. 460-ക്കും 465-നും ഇടയ്ക്കാണ് ധീവര കാറ്റഗറിയുടെ ഒരു കട്ട് ഓഫ് വരുന്നത്.
ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് വിശ്വകർമ്മയാണ് കേട്ടോ, VK. അപ്പോൾ എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം ആ കാറ്റഗറിക്ക് പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 2185 ആണ്. പോയേക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്കിത് ജനറൽ കാറ്റഗറിയുടെ റാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1200 1250 റാങ്കിൻ്റെ ഡിഫറൻസ് കാണാം. അതെന്ന് പറയുന്നത് ഏകദേശം ഒരു 15 to 20 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ വരുന്നൊരു എക്സ്പെക്റ്റഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരു 526 531 ഇടയ്ക്കാണ് ഇപ്രാവശ്യം വിശ്വകർമ്മ കാറ്റഗറിയിൽ നിന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് കയറാനുള്ളൊരു സാധ്യത ഉള്ള മാർക്കെന്ന് പറയുന്നത് 526 531 ഇടയ്ക്കുള്ളൊരു മാർക്കാണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയുന്നത്, അതായത് ആ ഒരു മാർക്ക് മുതൽ പ്രോബബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തത് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ് കേട്ടോ. ബാക്ക്വേർഡ് ക്രിസ്ത്യനിൽ കഴിഞ്ഞ പ്രാവശ്യം പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 4070 ആണ്, 4070 ആണ്. അപ്പോൾ അത് പോയേക്കുന്നതെന്ന് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലേക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടുവരുന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി അപേക്ഷിക്കുമ്പോൾ ഒരു 3100 to 3200 റാങ്കിൻ്റെ ഡിഫറൻസ് വരും കേട്ടോ. ജനറൽ കാറ്റഗറി അപേക്ഷിക്കുമ്പോൾ അതെന്ന് പറയുന്നത് ഏകദേശം ഒരു 35-40 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ വരുന്നൊരു മാർക്ക് എന്ന് പറയുന്നത് ഒരു 505 മുതൽ 510 വരെ ആണ് ഇപ്രാവശ്യം കയറി പോകാനുള്ളൊരു സാധ്യതയുള്ളൊരു മാർക്കെന്ന് പറയുന്നത് 505 to 510 ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ബാക്ക്വേർഡ് ഹിന്ദു ആണ്. ലാസ്റ്റ് റാങ്ക് പോയേക്കുന്നതെന്ന് പറയുന്നത് 2253 ആണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബാക്ക്വേർഡ് ഹിന്ദുവും ജനറൽ കാറ്റഗറിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1200 1300 റാങ്കിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഏകദേശം ഒരു 15-20 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 525 to 530 ആണ് കേട്ടോ. ബാക്ക്വേർഡ് ഹിന്ദു വരുന്നൊരു റേഞ്ച് എന്ന് പറയുന്നത് 525 to 530 ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് KN ആണ് കേട്ടോ. KNൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 9880 ആണ്. പോയേക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ജനറൽ കാറ്റഗറി അപേക്ഷിക്കുമ്പോൾ ഒരു 8500 to 8900 റാങ്കിൻ്റെ ഡിഫറൻസിലാണ് KN പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 100 മാർക്കിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 445 മുതൽ ഒരു 450 വരെയാണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് KUവിനെ പറ്റിയിട്ടാണ്. KUവിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 14436 ആണ്. പോയിരിക്കുന്ന കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലമാണ്. അപ്പോൾ ഏകദേശം ഒരു 13000 to 13500 റാങ്കിൻ്റെ ഡിഫറൻസ് എല്ലാ കൊല്ലവും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 150 മാർക്കിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 390 to 400 ആണ് കേട്ടോ. ഇപ്രാവശ്യത്തെ ഒരു കട്ട് ഓഫ് വരാനായിട്ട് ചാൻസ് ഉള്ളത് 390 to 400 ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് SC കാറ്റഗറിയാണ് കേട്ടോ. അപ്പോൾ SC കാറ്റഗറിയെ പറ്റി പറയുവാണെങ്കിൽ ലാസ്റ്റ് റാങ്ക് പോയേക്കുന്നത് 14549 ആണ് കേട്ടോ. അത് പോയേക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ്. അപ്പോൾ സാധാ എല്ലാ കൊല്ലവും ഒരു 13500 മുതൽ ഒരു 14000 റാങ്കിൻ്റെ ഡിഫറൻസിലാണ് ജനറൽ കാറ്റഗറി അപേക്ഷിക്കുമ്പോൾ SC കാറ്റഗറി പോകുന്നത്. അത് ഏകദേശം പറയുമ്പോൾ ഒരു 150 മുതൽ ഒരു 160 മാർക്കിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 394 to 398 ആണ് കേട്ടോ. SCയുടെ ഒരു കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത് ഒരു 394 to 398 ആണ്. ഇനി നമ്മൾ ST കാറ്റഗറിയുടെ കാര്യം പറയുവാണെങ്കിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 22304 ആണ്. പോയേക്കുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ്. ഏകദേശം ഒരു 250 to 260 മാർക്കിൻ്റെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. റാങ്കിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 21,000 to ഒരു 21,500 റാങ്കിൻ്റെ ഡിഫറൻസ് ജനറൽ കാറ്റഗറി ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 286 മുതൽ 291 വരെയാണ് കേട്ടോ. ഒരു STയുടെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ EWSനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. EWSന് പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 3320 ആണ്. പോയേക്കുന്ന കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയാണ്. അപ്പോൾ ഇതും ജനറൽ കാറ്റഗറിയിലെ ഒരു റാങ്കും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 2300 to 2500 റാങ്കിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ ഏകദേശം അതെന്ന് പറയുന്നത് ഒരു 30-35 മാർക്കാണ്. അപ്പോൾ ഒരു കട്ട് ഓഫ് വരാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് 513 to 518 മാർക്കാണ് കേട്ടോ. ഇത് ഏകദേശം ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷനിലും ഒരു എക്സ്പീരിയൻസിലും പറഞ്ഞതാണ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മളുടെ ഓരോ കാറ്റഗറിയിലെയും സ്റ്റുഡൻസിൻ്റെ ആ ഒരു നമ്പർ അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യാവുന്നതാണ്. എന്നാൽ ഏകദേശം ഒരു കിട്ടാൻ ചാൻസ് ഉള്ളൊരു മാർക്കും കാര്യങ്ങളുമാണ് കേട്ടോ ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പിള്ളേർ കുറയുവാണെങ്കിൽ ഇതിനെക്കാട്ടിൽ കുറവ് മാർക്കിൽ ചിലപ്പോൾ കയറി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോദിച്ചതിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരാൻ, കാരണം എനിക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. കാരണം എത്ര പേര് അപ്പിയർ ചെയ്തു, എത്ര പേർക്ക് എത്ര മാർക്ക് ഉണ്ടെന്നൊന്നും നമുക്ക് അത്രയും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഏകദേശം ഒരു ചാൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ BDSൻ്റെയോ അഗ്രികൾച്ചറിൻ്റെയോ വെറ്റിനറിയുടെയോ സെൽഫ് ഫിനാൻസിങ് MBBSൻ്റെയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.
എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുക കേട്ടോ. കാരണം ഈ ഒരു സമയത്തൊക്കെ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. ഇപ്പോൾ എനിക്കറിയാം, ഞാനിപ്പോൾ എത്ര സമാധാനപ്പെടാൻ പറഞ്ഞാലും ഒരു ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്നതെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുന്ന ഒരു മാർക്കുണ്ടല്ലോ, ആ ഒരു ഇതിലുള്ളവർക്കൊക്കെ ടെൻഷനായിരിക്കും. അപ്പോൾ എന്തായാലും പരമാവധി നിങ്ങൾ സമാധാനപ്പെട്, അവിവേകങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. കാരണം ചിലവർക്ക് അങ്ങനെ പല പല തോട്ട്സ് നമ്മുടെ മനസ്സിലൂടെ വരും. പക്ഷേ ഈ ഒരു 20-21 വയസ്സിൽ അവസാനിപ്പിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഇനിയും മുന്നോട്ട് ലൈഫുണ്ട്. നമുക്ക് രക്ഷപ്പെടാനാണെങ്കിൽ പല പല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും. നമുക്ക് കിട്ടുന്നത് കിട്ടട്ടെടാ, കിട്ടുന്നത് വെച്ച് നമ്മൾ പോയി പഠിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ BDS വെറ്റിനറിയോ BAMS ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് ചാനലിലൊന്ന് ജോയിൻ ചെയ്യണേ. നിങ്ങൾക്ക് കുറച്ച് സ്കോളർഷിപ്പൊക്കെ കിട്ടുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് വാട്സപ്പ് ചാനലിൽ ജോയിൻ ആക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.